ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ പ്രഭാത ചിന്തയിലെ ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ഒരിടത്ത് 2 സഹോദരന്മാരുണ്ടായിരുന്നു. അവരിൽ ഒരുവൻ ധനികനും മറ്റവൻ ദരിദ്രനുമായിരുന്നു. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്ന ദരിദ്രൻ മറ്റൊരു നാട്ടിലേക്ക് താമസം മാറ്റാൻ തീരുമാനിച്ചു. അയാൾ ഭാര്യയെയും കുട്ടികളെയും കൂട്ടി യാത്ര പുറപ്പെട്ടു. എന്നാൽ ദാരിദ്ര്യം അവരെ വിട്ടുപോകാൻ തയ്യാറായില്ല. കാരണം അവരുടെ കൂടെ ഇത്രയും നാൾ കഴിഞ്ഞ ദാരിദ്ര്യത്തിന് മറ്റെങ്ങും പോകാൻ ഇടമില്ലായിരുന്നു. നടന്ന് അവർ ഒരു പുഴയുടെ അടുത്തെത്തി. പുഴ കടന്നു വേണം അക്കരെ എത്തുവാൻ. പാലം കടക്കുന്ന തക്കം നോക്കി ദാരിദ്ര്യത്തെ പുഴയിൽ തള്ളിയിടുവാൻ ദരിദ്രനായ മനുഷ്യൻ തീരുമാനിച്ചിരുന്നു. ദാരിദ്ര്യം പാലം കടക്കവേ അയാൾ ദാരിദ്ര്യത്തെ ആഴമുള്ള വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. ദാരിദ്ര്യം വെള്ളത്തിനടിയിൽ ആയതോടെ ദരിദ്രന് സന്തോഷമായി. ഇനി സുഖമായി ജീവിക്കാമെന്ന് വിചാരിച്ച് അവർ തിരികെ വീട്ടിലേക്ക് തന്നെ യാത്ര തിരിച്ചു. അവർ വീട്ടിലെത്തി ആ നിമിഷം മുതൽ അവരുടെ ജീവിതം മെച്ചപ്പെട്ടു. അവർ ക്രമേണ ധനികരായി. ഇതറിഞ്ഞ് അയാളുടെ ധനിക സഹോദരൻ വീട്ടിലെത്തി അയാളുടെ ഉയർച്ചയുടെ രഹസ്യം ചോദിച്ചു. അയാൾ നടന്ന കഥയെല്ലാം പറഞ്ഞു. ധനികൻ അസൂയ തോന്നി. അവിടെ നിന്ന് യാത്ര തിരിച്ച ധനികൻ നേരെ പുഴയിലേക്കാണ് പോയത്. പുഴയിലെ വെള്ളത്തിൽ കിടക്കുന്ന ദാരിദ്ര്യത്തെ രക്ഷിച്ച് വീണ്ടും സഹോദരൻ്റെ കൂടെ കൊണ്ടുവന്നാക്കുകയായിരുന്നു പ്ലാൻ. അയാൾ പുഴയിലിറങ്ങി ദാരിദ്ര്യത്തെ വെള്ളത്തിൽ നിന്നും കയറ്റി വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയപ്പോൾ ധനികൻ ദാരിദ്ര്യത്തോട് പറഞ്ഞു, ഇനി നീ എൻ്റെ സഹോദരൻ്റെ കൂടെ ചെന്ന് താമസിക്കും. ഇല്ല, ഞാൻ അങ്ങോട്ടില്ല. അതെന്താ? ഞാൻ അങ്ങോട്ട് ചെന്നാൽ അയാൾ എന്നെ കൊല്ലാനായി പുഴയിലിടും. താങ്കളാണ് എന്നെ രക്ഷിച്ചത്. അതിനാൽ താങ്കളെ പിരിഞ്ഞ് ഞാൻ എങ്ങും പോവുകയില്ല. അന്നു മുതൽ ദാരിദ്ര്യം ധനികൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങി. അതോടെ ധനിക സഹോദരൻ പടിപടിയായി ദരിദ്രനായിക്കൊണ്ടേയിരുന്നു. അസൂയ ഉള്ളവർക്കുണ്ടാകുന്ന അപകടമാണിത്. ഒരുവൻ്റെ സന്തോഷം കണ്ട് മനസ്സിൽ അസൂയ മൂത്ത് അവനെ നശിപ്പിക്കാനായി അസൂയക്കാരൻ ശ്രമിക്കുന്നു. പക്ഷേ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന അനുഭവമാണ് പലപ്പോഴും ഉണ്ടാകുക. അസൂയ വളരെ ആപത്കരമായ ഒരു ദുർഗുണമാണ്. ധാരാളം മഹാന്മാരെ അത് നശിപ്പിച്ചിട്ടുണ്ട്. ഒരുവൻ്റെ വളർച്ചയിൽ മറ്റൊരുവൻ്റെ മനസ്സിലുണ്ടാകുന്ന വിഷമമാണ് അസൂയ. ഈ അസൂയയ്ക്ക് കാരണം പലതാണ്. സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന ഉയർച്ച, ഉദ്യോഗലബ്ധി, പരീക്ഷയിൽ നല്ല മാർക്ക് നേടുക, ശാരീരിക സൗന്ദര്യം തുടങ്ങിയവയെല്ലാം അസൂയയ്ക്ക് വിഷയമാണ്. അസൂയക്കാരന് ഇങ്ങനെയുള്ളവരോട് വെറുപ്പും കോപവും തോന്നുന്നു. അവരെ നശിപ്പിക്കാനായിട്ടുള്ള മാർഗങ്ങൾ അവൻ ആരായുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ അസൂയയ്ക്ക് വിഷയമാകുന്നവരെ ചെറുതാക്കാനും അവഹേളിക്കാനും അവരിൽ ദുർഗുണം ആരോപിക്കാനും അസൂയക്കാരൻ ശ്രമിക്കുന്നു. ഇതുവഴി അസൂയക്കാരനൊന്നും നേടുന്നില്ല, നഷ്ടപ്പെടുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അസൂയക്കാരന് സ്നേഹിതനെ നഷ്ടപ്പെടുന്നു. ആരെന്ത് ചെയ്താലും എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവരെ നാം കാണാറുണ്ട്. ഇതിന് കാരണം അസൂയയാണ്. അസൂയയാണ് നമ്മിലുള്ള പല ദുർഗുണങ്ങൾക്കും വളമിട്ട് കൊടുക്കുന്നത്. അതിനാൽ അസൂയയെ വേരോടെ പിഴുതെറിഞ്ഞാൽ പല ദുർഗുണങ്ങളും നമുക്ക് മാറ്റാൻ സാധിക്കും. അസൂയ നമ്മുടെ ഉള്ളിൽ തിങ്ങി നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കില്ല. ഇരട്ടവാലൻ വസ്ത്രം കരളുന്നത് പോലെയാണ് അസൂയ മനുഷ്യനെ കരണ്ട് തിന്നുന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നാം ഹാബേലിനെയും കയീനെയും കാണുന്നു. ഹാബേലിൻ്റെ വളർച്ചയിൽ കയീൻ അസൂയ തോന്നുന്നു. അതിൻ്റെ ഫലമായി കയീൻ ഹാബേലിനെ കൊല്ലുന്നു. എത്രയോ ക്രൂരകരമായ സംഭവം. ചെറിയ തിന്മയാണെന്ന് നാം വിചാരിക്കുന്നു. അസൂയയുടെ ഫലമാണിത്. കൊലപാതകം തന്നെ സൃഷ്ടിക്കുവാൻ നമുക്ക് അസൂയയുണ്ടെങ്കിൽ സാധിക്കും. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മെ തകർക്കുന്നതായ, നമ്മളെ നശിപ്പിക്കുന്നതായ ദുർഗുണമായ അസൂയയെ വേരോടെ പിഴുതെറിയുവാൻ ഇന്നത്തെ വചന കേൾവി നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, കേൾപ്പിച്ച വചനത്തിനായ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ മനസ്സാക്ഷിയും തകർക്കുന്നതായ എല്ലാവിധമായിട്ടുള്ള അസൂയയെ വേരോടെ പിഴുതെറിയുവാൻ ഇന്നത്തെ വചന കേൾവിയിലൂടെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. മറ്റുള്ളവരെ ആദരിക്കുവാനും അവരിലുള്ള നന്മ കണ്ടെത്തുവാനും കർത്താവെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആരോഗ്യപരമായ ചിന്തകൾ ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് നൽകി കർത്താവെ ക്രിയാത്മകമായി ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.